അർച്ചന ചേച്ചി LLB സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ടീച്ചറും അർച്ചനയും കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പറയുന്നുണ്ട്, മോൾ എന്തായാലും ശരി, ഈ ഓട്ടോറിക്ഷയിൽ തന്നെ എന്നെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം മോൾ ഇതിൽ തിരിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഇന്ന് അവിടെ തിരക്കുള്ള ദിവസമാണ്, ഏതായാലും ഞാൻ പോയേ പറ്റുള്ളൂ, എനിക്ക് വേഗം പോകണം എന്ന് പറയണം കേട്ടോ. അതേസമയം ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഇവിടെയൊക്കെ നിറയെ ഓട്ടോറിക്ഷകളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും പറയണം. പിന്നീട് അമ്മ അനുഗ്രഹിക്കണം കേട്ടോ, എൻ്റെ മോള് തന്നെ ജയിച്ച് വരുള്ളൂ, ഞാൻ പറയുന്ന സ്ഥലം എവിടെ നിന്നിട്ടാണെന്ന് അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചനയെ അനുഗ്രഹിച്ചതിന് ശേഷം ടീച്ചർ പോവുകയാണ് കേട്ടോ. അതേസമയം അർച്ചന ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മേഡം, ഞങ്ങൾ മേഡത്തിനെ അന്വേഷിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, മേഡം അവിടെ ഇല്ല, അമ്പലത്തേക്ക് വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ചോദിക്കും. അപ്പോൾ അർച്ചന ചോദിക്കേണ്ടത് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. ഞങ്ങളുടെ ഒരു സിവിൽ കേസാണ്, അത് മേഡത്തെ തന്നെ ഏൽപ്പിക്കണം പറയും. അയ്യോ, ഒന്ന് കേസൊന്നും പറ്റില്ല, എനിക്കിത്തിരി ഇലക്ഷൻ്റെ തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം പറയും. അയ്യോ മേഡം, അത് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ നാളെ ഗൾഫിലേക്ക് പോവുകയാണ്, ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഈ കേസിൻ്റെ കാര്യം മേഡത്തെ ഏൽപ്പിക്കണം എന്നിങ്ങനെ പറയണം. ഞങ്ങളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നത് എന്ന് പറയണം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, പാക്കിങ്ങും ഒക്കെയാണ്, ഏതായാലും ഞങ്ങളുടെ അമ്മയെ ഒന്ന് കാണണം, ഞങ്ങൾ വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്, മേഡം ഒന്ന് കയറൂ, അതിനുശേഷം മേഡത്തിനെ ഞങ്ങൾ എവിടെയാണ് പറഞ്ഞ ഓഫീസിൽ കൊണ്ടാക്കാം എന്ന് പറയണം കേട്ടോ. മനസ്സോട് കൂടിയിട്ട് അർച്ചന കയറുകയാണ്. അർച്ചന കയറിയിട്ട് ഒരു വലിയ വീടിൻ്റെ അവിടെ എത്തുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ ആരെയും കാണില്ല. അതേസമയം അർച്ചന അങ്ങനെ പകപ്പോട് കൂടി നോക്കുമ്പോൾ അവർ പറയും, ഇവിടെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതിനുശേഷം അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അർച്ചന പറയും, വിളിക്കൂ, അമ്മയെ വിളിക്കൂ എന്ന് പറയുമ്പോൾ ആ സ്ത്രീകളിൽ ഒരാൾ പറയണം, അമ്മ കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മെല്ലെ എണിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ ചെയ്യുക ചോദിക്കും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, എന്നാൽ ശരി, ഞാൻ പോട്ടെ, അമ്മയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം, പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യമൊന്നും ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്നോട് എന്നിങ്ങനെ അർച്ചന അവരോട് പറയണം കേട്ടോ. മേഡം എവിടെ പോകണമെന്നാണ് പറയുന്നത്, മേഡം എവിടെയും പോകാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്നുള്ളത് അറിയുമോ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മേഡത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയും. ആരാ നിങ്ങളിത് ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന വേഗം ഫോൺ എടുക്കുകയാണ് കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ ആ ഫോൺ തട്ടിപ്പിടിക്കുകയാണ്, പിന്നെ കത്തിയെടുത്ത് കാണിക്കുകയാണ് കേട്ടോ. മേഡത്തിന് ഇവിടുന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല, മേഡം സഹകരിച്ച് കഴിഞ്ഞാൽ മേഡത്തിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവമൊക്കെ മാറും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന കൊതറി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പക്ഷേ അർച്ചനയെ വിടുന്നേ ഇല്ല. അർച്ചനയെ എങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അറിയുമോ ചോദിക്കും. ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ എന്ന് പറയുമ്പോൾ, മേഡം, ഞങ്ങൾ ഇതുവരെ ഒരു കേസിനും പറ്റിട്ടില്ല, അത് കാരണം ഒരു പ്രശ്നവും ഉണ്ടാകില്ല, മേഡം അടങ്ങി ഒതുങ്ങി നിന്നാൽ മേഡത്തിന് നല്ല രീതിക്ക് പോവുക, ഇന്നും പോകാൻ പറ്റില്ല, നാളെയും പോകാൻ പറ്റില്ല, ഇലക്ഷൻ കഴിയട്ടെ എന്നിട്ട് പോവാം എന്ന് പറയുന്നിട്ട്. അത് പറ്റില്ല, എനിക്ക് പോകണം പറഞ്ഞിട്ട് അർച്ചന ചീറി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ അവർ അർച്ചനയെ പിടിച്ച് റൂമിനകത്തേക്ക് തള്ളിയിടണം. അതിനുശേഷം ആ റൂം ലോക്ക് ചെയ്യണം കേട്ടോ. അർച്ചന അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ് കേട്ടോ അർച്ചനയ്ക്ക്. അർച്ചന ആകെ മൊത്തം കരയാണ് കേട്ടോ. അതേസമയം ദീപ്തി ഇങ്ങനെ ഫോൺ ചെയ്യണം അർച്ചനയെ ഫോൺ ചെയ്തിട്ട് കിട്ടണേ ഇല്ല കേട്ടോ. ഇതെന്ത് പറ്റി, സ്വിച്ച് ഓഫാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ആരെ ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ചിന്നുവിനെ വിളിക്കുകയാണ് കേട്ടോ. ചിന്നു പറയും, ഞാൻ ട്യൂഷന് വന്നിരിക്കുകയാണ് ആൻറ്റി, ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം എന്ന് പറയാം. ശരി മോളെ, വിളിക്കുക എന്ന് പറയണം കേട്ടോ. അതേസമയം ജഗദീഷ് വക്കീൽ വിജയശങ്കറിനോട് പറയണം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊരാളൊഴിഞ്ഞ വാടക വീടാണ്, അവിടെ ആ രണ്ട് പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അവിടെ ആളിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, എന്തായാലും നോമിനേഷൻ ഒപ്പിടാന്ന് വരണമല്ലോ, അത് കഴിഞ്ഞാൽ വരാൻ പറ്റില്ല, അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ രവി വക്കീൽ പറയുന്നുണ്ട്, വല്ല കേസാകുമോ എന്ന് ചോദിക്കുമ്പോൾ, കേസായാൽ എന്താടാ, കേസാവട്ടെ, ഞാൻ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതേസമയം ചിന്നുമോള് വീട്ടിൽ വന്നിട്ട് ചോദിക്കുക, അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അമ്മ ടീച്ചറുടെ കൂടെ രാവിലെ അമ്പലത്തിൽ പോയതാണല്ലോ എന്നിങ്ങനെ പറയണം. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, ദീപ്തി ആൻറ്റി വിളിച്ചിരുന്നു, അമ്മയെ വിളിച്ചിട്ട് കിട്ടണില്ല, മിസ്സിങ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയും, അപ്പോൾ എവിടേക്കാണ് പോയത് എന്നിങ്ങനെ പറയും. മിസ്സിങ്ങോ, എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ, അവളെ ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് പറയുന്നത് ഓരോ കാര്യങ്ങൾ, ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് പറയുമ്പോൾ ചിന്നുവിനാകെ മൊത്തം ദേഷ്യം വരും കേട്ടോ. ഏതായാലും ശരി, ആ ടീച്ചറുടെ കൂടെയല്ലേ പോയത്, അവിടെ പോയി അന്വേഷിച്ച് നോക്കുക എവിടെയുണ്ട് എന്നുള്ളത് അറിയാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നുവിനാകെ പേടിയാണ്. ഒരു ദിവസം ഇതുപോലെ അർച്ചനയെ കാണാതായതാണല്ലോ. ചിന്നു പെട്ടെന്ന് തന്നെ ഞാൻ ടീച്ചറോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് രുക്കു മഞ്ജുവിനോട് പറയുകയാണ്, നിങ്ങളും കൂടെ പോയും എന്ന് പറയും, എങ്കിലേ കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് പറയണം. അങ്ങനെ ചിന്നുവിൻ്റെ കൂടെ മഞ്ജുവും പോകുന്നു കേട്ടോ. അതേസമയം ടീച്ചർ പറയും, എന്ത് പറ്റി എന്ന് ചോദിച്ചതിന് ശേഷം ടീച്ചർ പറയും, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പിരിഞ്ഞതാണ്,
പിന്നെ കണ്ടിട്ടില്ലല്ലോ മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. ടീച്ചർ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ചിന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ആകെ മൊത്തം മഞ്ജുവിന് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യണം കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.